ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ ഉയർന്നുവന്നതാണ്. ആ ചർച്ചയ്ക്കൊടുവിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിൽ നിന്നാണ് എന്റെ ബഹുമാന്യരായ UDF സുഹൃത്തുക്കൾ ഇന്ന് പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. അദ്ദേഹം നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? അദ്ദേഹത്തിന്റെ വാദം തദ്ദേശ സ്ഥാപനങ്ങളാകെ പ്രതിസന്ധിയിലാണ്, ഈ ഗവൺമെന്റ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു, എല്ലാ ചുമതലകളും അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു, അവർക്കാണെങ്കിലോ പണമൊന്നും കൊടുക്കുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്ന വാദമൊന്നും വിലപ്പോവില്ല, കേന്ദ്രം ഇഷ്ടം പോലെ തരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാദം. GST കോമ്പൻസേഷൻ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. സർ, GST കൌൺസിലിൽ കേരളം ഈ ആവശ്യം ഉന്നയിച്ചു. കേരളത്തിന് സവിശേഷമായ കാരണമുണ്ട്. 2018 പ്രളയം, ആവർത്തിച്ച 19 പ്രളയം, പിന്നീട് വന്ന കോവിഡ്, ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് സൃഷ്ടിച്ച ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചു. പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം GST കോമ്പൻസേഷൻ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആവശ്യം തന്നെ തെറ്റാണ്. ആരുടെ ഭാഷയാണ് സർ അത്? BJPയുടെ ധനകാര്യമന്ത്രിയുടെ ഭാഷയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം എന്താണ്? റവന്യൂ കം ഗ്രാന്റ്, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ, ഇനി ചോദിക്കാൻ പാടില്ല എന്നാണ്. BJPയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സർ, വായ്പാ പരിധിയുടെ കാര്യം എന്താണ്? 3% FRBM ആക്ട് തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്രത്തിന് 3% എന്ന വ്യവസ്ഥയില്ല, ഇഷ്ടം പോലെ വായ്പ എടുക്കാം. കേരളത്തിന് 3% പോലും അനുവദിക്കുന്നില്ല. 2.5% അനുവദിക്കുന്നത്. 0.5% വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാണ് നഷ്ടം? കേരളത്തിന്റെ GSDP എത്രയാണ്? 10 ലക്ഷം കോടിയിലധികമാണ്. 10 ലക്ഷം എന്ന് കണക്കാക്കിയാൽ തന്നെ 50,000 കോടിയുടെ നഷ്ടം വരികയാണ്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് വായ്പാ പരിധിയുടെ ഇനത്തിൽ മാത്രം 1,07,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് സംഭവിച്ചു. അതൊന്നും കാണാൻ കണ്ണില്ലാത്ത ധൃതരാഷ്ട്രരെ പോലെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇവിടെ ഇരിക്കുന്നത്. സർ, അത് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ കണക്കുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആ വിഷയം ഇരിക്കുന്നത്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സമീപനം എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് 1237.75 കോടി ഇപ്പോഴും തന്നിട്ടില്ല. 15ാം CFCയുടെ ഗ്രാന്റ് 1237 കോടി. സർ, UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടാനുള്ള പൈസയല്ലേ? ഒരു വരി ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഈ 2.25 മണിക്കൂർ ചർച്ച നടത്തിയിട്ട് അപ്പുറത്തു നിന്ന് പറഞ്ഞോ? നിരാശാജനകമാണ്, ഖേദകരമാണ്. അപ്പൊ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? പണം കിട്ടാതെ ഇവരൊന്ന് തുലയട്ടെ എന്നതാണ് മനോഭാവം. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടും അങ്ങനെ ആ കാര്യം പറയണ്ടേ? 1237 കോടി. ഇനിയും ഞാൻ പറയാം, 24 നഗരസഭകൾക്ക് CFC ഗ്രാന്റ് ചില്ലിക്കാശ് കേന്ദ്രം കൊടുത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ 24-ൽ 15ഉം UDF ഭരിക്കുന്ന നഗരസഭകളാണ്. ഒരു പരാതിയുമില്ല. ശാപവചനങ്ങൾ മുഴുവൻ ആർക്കാണ്? കേരളത്തിലെ ഗവൺമെന്റിനാണ്, ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. നിങ്ങൾ രാഷ്ട്രീയാന്ധത ബാധിച്ചിരിക്കുന്നു. ധൃതരാഷ്ട്രരെ പോലെ രാഷ്ട്രീയാന്ധത ബാധിച്ചവരാണ്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ആ കൂട്ടത്തിൽ ഇതുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? സർ, എന്നിട്ടും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ്, മുതിർന്ന അംഗമാണ് ഈ സഭയിൽ, അദ്ദേഹം ശരിയായിട്ട് ചൂണ്ടിക്കാണിച്ചു. 2016 മുതൽ 0.5% ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 0.5% വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പദ്ധതി ഇടങ്കലിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം. 0.5%. കണക്കുകളിലേക്ക് പോയാൽ സമയാധികം എടുക്കുമെന്നുകൊണ്ടാണ്. സർ, 2011-12 UDF ആണല്ലോ. എത്രയാണ്? 24.93%. 24-25 ഞങ്ങളാണല്ലോ. എത്രയാണ്? 28.09%. കഴിഞ്ഞ തവണ ഞാൻ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അനുവദിച്ച തുകയല്ല പറയേണ്ടത്, പെർസെന്റേജ് പറയണം. പെർസെന്റേജ് ആണ് ഇപ്പൊ പറഞ്ഞത്. തുക വേണോ? തുകയും പറയാം. എങ്ങനെ നോക്കിയാലും ഈ ഗവൺമെന്റാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് എന്നത് അനിഷേധ്യമായ, നിങ്ങൾക്ക് നിങ്ങളുടെ വാചാടോപം കൊണ്ട് മായ്ച്ചു കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. അതാണ് 28.09%. സർ, ഇനി വിനിയോഗത്തിന്റെ കണക്ക് നോക്കിയാലോ? വിനിയോഗത്തിന്റെ കണക്ക് നോക്കിയാൽ 2011-16 UDF 5 വർഷം വിനിയോഗിച്ചത് 73.16%.
73.16%. 2016 മുതൽ 21 വരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിനിയോഗിച്ചത് 77.84%. 4%-ലധികം കൂടുതലാണ്. പെർസെന്റേജ് പറയണമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ്, അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ പെർസെന്റേജ് എന്ന് പറഞ്ഞു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. ഇനി കഴിഞ്ഞ 3 വർഷത്തേതോ? കഴിഞ്ഞ 3 വർഷത്തേത് 81.39%. രാവിലെയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു, ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആണോ? പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ ഞെരുക്കമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ഞെരുക്കം തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. എല്ലാം വസ്തുതയാണ്. അതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നതാണോ? അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കണക്കുകളുണ്ടല്ലോ, അതിൽ തുകയുടെ കണക്ക് കൂടി പറയാം. എത്രയാണ്? 21 മുതൽ 24 വരെ 81.39% വിനിയോഗിച്ചില്ലേ? ക്രമാനുഗതമായ വർധനവ്. UDFന്റെ കാലത്ത് 73, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 77, ഇപ്പോ 81.39%. എത്ര തുകയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നു ഈ 3 വർഷം കൊണ്ട് കേരളത്തിൽ? തദ്ദേശ സ്ഥാപനങ്ങളിൽ 23,583 കോടി രൂപയുടെ 23,583 കോടി രൂപയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പ്രതിസന്ധികൾക്ക് നടുവിലും ഈ 3 വർഷം നടന്നിട്ട് ഒരു കുസലുമില്ലാതെ പറയുകയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്. അതാണ് വസ്തുത. സർ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ പലരും പറഞ്ഞു. ഇന്ത്യയിൽ കേരളമല്ലാതെ മറ്റേതൊരു സംസ്ഥാനമാണ് സർ അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത്? ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളത്തിലാണ് സർ. നമ്മുടെ മുമ്പിൽ വസ്തുതകളില്ലേ? 0.71% കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം എന്ന് കണ്ടെത്തിയതാരാ? നീതി ആയോഗാണ്. ഈ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കിയപ്പോ 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 0.55% കുറഞ്ഞു. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്, അത് 0.48% കുറയും എന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു, നിങ്ങളുടെ മുൻഗണനകൾ എന്താണ്? ഇതാ കണ്ടോളൂ, ഞങ്ങളുടെ മുൻഗണന അതിദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ മുൻഗണന. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ പാവങ്ങളെ മറന്നു. പാവങ്ങളിൽ പാവങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്.